മഹാനവമി വ്രതം നോറ്റ് ദേവീക്ഷേത്രം സന്ദർശിച്ച് നെറ്റിയിൽ തിലകവുമായി ജയ് മാതാദി വിളിച്ചാണ് വാരാണസിയിലെ കോൺഗ്രസിന്റെ കർഷക റാലിയിൽ പ്രിയങ്ക ഗാന്ധി പ്രസംഗിക്കാനെത്തിയത്. നരേന്ദ്രമോദിയുടെ അംഗത്തട്ടായ വാരാണസിയിൽ വൻ ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തി യു.പി. സർക്കാരിനെ താഴെയിറക്കാൻ ആഹ്വാനം ചെയ്ത പ്രിയങ്ക യു.പിയിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഉദ്ഘാടനമാണ് ഒരർത്ഥത്തിൽ നിർവഹിച്ചത്. ലഖിംപൂരിൽ തന്റെ പോരാട്ട വീര്യം പുറത്തെടുത്ത പ്രിയങ്ക ഇടവേളയിലേക്ക് മടങ്ങിയെന്ന് കരുതിയവർക്ക് തെറ്റി. കർഷക സമരം കോൺഗ്രസിനും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പിൽ പിടിവള്ളിയാകും. യോഗി സർക്കാരിന്റെ വാട്ടർലൂ ആകുമോ ഈ തെരഞ്ഞെടുപ്പ്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളോടൊപ്പം അതിഥികളായി കോൺഗ്രസ് നേതാവ് ജി വി ഹരി, ബി.ജെ.പി. നേതാവ് എ ജയസൂര്യൻ, മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചൂടി, രാഷ്ട്രീയ നിരീക്ഷകനും അധ്യാപകനുമായ സച്ചിൻ നാരായണൻ എന്നിവർ. ആദ്യം ജയസൂര്യനിലേക്ക്. ശ്രീ ജയസൂര്യൻ, പശ്ചിമ യു.പിയിലെ കർഷകരാണ് കൂടുതലായി അജിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. വാരാണസി നരേന്ദ്രമോദിയുടെ മണ്ഡലമാണ്. അവിടെ ഇന്ന് പ്രിയങ്ക എത്തിയത് ഒരർത്ഥത്തിൽ വലിയ തോതിൽ ഒരു ഇളക്കം സൃഷ്ടിച്ചുകൊണ്ടാണ്, വലിയ ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തിയാണ് ഈ കർഷക പ്രക്ഷോഭത്തെ രാഷ്ട്രീയമായി തന്നെ ഉയർത്തിക്കൊണ്ട് ഇന്ന് പ്രിയങ്ക ഒരർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണോദ്ഘാടനം നിർവഹിച്ചത്. നിങ്ങൾ എങ്ങനെ കാണുന്നു പ്രിയങ്കയുടെ ഇന്നത്തെ ആ റാലിയെ, പ്രസംഗത്തെ? പ്രിയങ്ക ഗാന്ധി വല്ലപ്പോഴുമൊക്കെ വാരണാസിയിലും യു.പിയിലുമൊക്കെ എത്തുന്നത് നല്ലതാണ്. റാലിയിലൊക്കെ പ്രസംഗിക്കുന്നത് അതിലും നല്ലതാണ്. പക്ഷേ പൊതുവെ യു.പിക്കാര് പ്രിയങ്കയോട് ചോദിക്കുന്ന ഒരു ചോദ്യം, പൂച്ചയ്ക്ക് എന്താണ് പൊന്നൊരുക്കുന്നിടത്ത് കാര്യം എന്നാണ്. പ്രിയങ്കയ്ക്കും കോൺഗ്രസിനും ഒന്നും യു.പിയിൽ ഒരു കാര്യവുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി ഈ വയനാട്ടിൽ വന്ന് മത്സരിക്കേണ്ട കാര്യം ഉണ്ടായില്ല. ഏതായാലും യു.പിയിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് ഒരു കാര്യം കൂടി വ്യക്തമാകും. ജയിക്കണമെങ്കിൽ പത്തനംതിട്ടയിലോ ഇടുക്കിയിലോ മത്സരിക്കേണ്ടി വരും. അതുകൊണ്ട് അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പത്തനംതിട്ട, ഇടുക്കി, വയനാട് 3 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ യു.പി എന്തായിരിക്കും അവരെ ബോധ്യപ്പെടുത്തുന്നതെന്ന് വ്യക്തമാവുകയും ചെയ്യും. അതല്ലാതെ ഇപ്പോഴത്തെ ഈ ഒരു പ്രകടനം കോൺഗ്രസിനെ ഒരിടത്തും എത്തിക്കാൻ പോകുന്നില്ല. അത് അവരുടെ വ്യാമോഹം മാത്രമാണ്. ഇപ്പോൾ യു.പിയിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് കർഷക പ്രക്ഷോഭം എന്ന പേരിൽ ഇപ്പോൾ നടത്തുന്ന ഈ പ്രക്ഷോഭവും ഹരിയാനയിലും പഞ്ചാബിലും ഒക്കെ അരങ്ങേറിയതുപോലെ തന്നെ ഒരു നാടകമായി അവസാനിക്കാനാണ് പോകുന്നത്. ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, അങ്ങനെയാണെങ്കിൽ ഈ ലഖിംപൂരിലെ ആ കർഷകർ കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ അവിടെ സന്ദർശിക്കുന്നതിനെ എന്തിനാണ് യോഗി സർക്കാർ ഭയപ്പെട്ടത്? പ്രിയങ്ക ഗാന്ധി പോകുന്നത് ബി.ജെ.പിക്ക് ഗുണകരമാവുമെങ്കിൽ അവരെന്തിനാണ് തടവിലാക്കിയത്? അത് ക്രമസമാധാന പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമം മാത്രമാണ്. അതല്ലാതെ രാഷ്ട്രീയമായിട്ടുള്ള ഭയമൊന്നും അക്കാര്യത്തിലില്ല. സംഘർഷം നിലനിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് രാഷ്ട്രീയ നേതാക്കന്മാര് ഒന്നിച്ച് കടന്നെത്തുമ്പോൾ കൂടുതൽ സംഘർഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഏതൊരു ഭരണകൂടവും ചെയ്യുന്ന ഒരു നടപടിക്രമം മാത്രമായി അതിനെ കണ്ടാൽ മതി. അതിൽ പ്രിയങ്കയെ ഭയപ്പെട്ടതുകൊണ്ട് അല്ല. പിന്നെ എന്തിനാണ് പിന്നെ അവരെ പോകാൻ അനുവദിച്ചത്? രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ രണ്ടുപേരും പോവുകയും ചെയ്തു. അതിനു മുമ്പ് രാകേഷ് ടിക്കായത്ത്, കർഷക സമര നേതാവ്, ആ നാട്ടുകാരനല്ല, അദ്ദേഹമായി ഇരകളെ സന്ദർശിക്കുകയും ചെയ്തു. അല്ല, സന്ദർശിക്കാനുള്ള അനുവാദം കൊടുക്കണമല്ലോ. ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഗവൺമെന്റ് അത് കൊടുക്കും. പക്ഷെ അതിന് ചില സമയക്രമങ്ങളുണ്ട്. അവിടുത്തെ അന്തരീക്ഷങ്ങളൊക്കെ ശാന്തമാക്കിയതിനു ശേഷം അപകടമൊന്നും ഉണ്ടാവില്ല എന്ന് ബോധ്യമാകുന്ന സമയത്ത് അത് കൊടുക്കും. അത്രയേ ഉള്ളൂ. അല്ലാതെ തടഞ്ഞു വെച്ചതോ ഭയപ്പെട്ടതോ ഒന്നുമല്ല. അതിന്റെ നടപടിക്രമം സംഘർഷം മുറ്റി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് രാഷ്ട്രീയ നേതാക്കന്മാര് ഒന്നാകെ എത്തുമ്പോൾ അവരെ അതാത് സമയത്ത് നിയന്ത്രിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ കൊണ്ടുപോകേണ്ടത് ഭരണകൂടത്തിന്റെ ചുമതലയാണ്. ആ ചുമതല നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഈ സന്ദർശനം നടത്തുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ടല്ല. അല്ല, പ്രൊട്ടക്ഷൻ മാത്രം കൊടുത്താൽ പോരല്ലോ. ആ കൂടെ വരുന്ന ആൾക്കാർ അവിടെ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരിക്കാനും മുൻകരുതൽ എടുക്കണമല്ലോ. അതൊക്കെ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികളുടെ ഭാഗമാണ്. അല്ല, കൂടെ വരിക എന്ന് പറഞ്ഞാൽ ഇവിടെ 4-5 പേരല്ലേ സന്ദർശിച്ചുള്ളൂ. അല്ല, 4-5 പേരെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും അവരുടെ കൂടെ ആരൊക്കെ ആ പ്രദേശത്ത് വന്നിട്ടുണ്ടെന്നും അവരുടെ ഉദ്ദേശം എന്താണെന്നും ഒക്കെ പോലീസിന് അന്വേഷിക്കണമല്ലോ. അതനുസരിച്ച് വേണമല്ലോ മുൻകരുതലെടുക്കാൻ. അതായത് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെ സന്ദർശിക്കേണ്ടത് രാഷ്ട്രീയ നേതാക്കളല്ല, പിന്നെ ആരാണ് അവിടെ സന്ദർശനം നടത്തേണ്ടത്? രാഷ്ട്രീയ നേതാക്കൾ സന്ദർശനം നടത്തണം. അതിന് അവിടുത്തെ നിയമം അനുസരിച്ച് സന്ദർശനം നടത്തിയാൽ മതി എന്നാണ് ഭരണകൂടം പറഞ്ഞത്. സംഘർഷപൂരിതമായ ഒരു സ്ഥലത്ത് ആരൊക്കെ എപ്പോഴൊക്കെ വരണം പോകണമെന്ന് നിശ്ചയിക്കാനുള്ള ചുമതല അവിടുത്തെ ഭരണകൂടത്തിനും പോലീസിനുമുണ്ട്. അപ്പോൾ അവരനുസരിച്ചുള്ള കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്യും. ആ വ്യവസ്ഥ അനുസരിച്ച് കാര്യങ്ങൾ നടത്തും.
ഇവിടെ ഈ നോക്കൂ രാജ്യത്ത് ജയസൂര്യൻ, അദ്വാനിയെ ഓഖി പോലും അറസ്റ്റ് ഓഖി ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ചുഴലിക്കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശത്ത് ധനമന്ത്രിയായിരുന്ന നിർമ്മലാ സീതാരാമൻ സന്ദർശനം നടത്തി. അവിടെ കേരളത്തിലെ സംസ്ഥാന സർക്കാർ അവിടെ തടഞ്ഞൊന്നുമില്ല. അവിടെ സംഘർഷഭരിതമായിരുന്നു, സർക്കാരിനെതിരെ രോഷമുണ്ടായിരുന്നു. ഇപ്പോൾ ലഖീംപൂരിലുള്ളതുപോലെ അവിടെ തടഞ്ഞില്ല. അവർ സന്ദർശനം നടത്തി തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അത് വലിയ തോതിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അവരോട് മത്സ്യത്തൊഴിലാളികളോട് നിർമ്മലാ സീതാരാമൻ സംസാരിച്ച രീതി വലിയ തോതിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. പക്ഷെ ഇവിടെ എന്താണ് നിങ്ങൾക്ക് ഭയം? അല്ല, അവിടെ ഭയമല്ല. നിർമ്മലാ സീതാരാമൻ വന്നത് പിണറായി വിജയൻ വന്ന അതേ സമയത്ത് അതേ സ്ഥലത്തൊന്നും അല്ലല്ലോ. എത്രയോ നേതാക്കന്മാർ അവിടെ വന്നു. നിർമ്മലാ സീതാരാമൻ മാത്രമല്ലല്ലോ, എത്രയോ നേതാക്കന്മാർ അവരെ ആരും തടഞ്ഞില്ല. വന്നതും പോയതും ഒക്കെ പിണറായി വിജയൻ വന്നു പോയപ്പോൾ വലിയ തോതിൽ എതിർപ്പ് സമയത്താണ്. നേരിട്ടു. പക്ഷേ അവിടെ വന്നുപോയ ഒരു നേതാക്കളെയും ഭരണകൂടം തടഞ്ഞില്ല. അതായത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞ ഒരേ സമയത്ത് കൂടുതൽ സംഘർഷം ഉണ്ടാവാതിരിക്കാൻ പല സമയത്ത് ഇവർ വരണം. നിർമ്മലാ സീതാരാമൻ വന്ന ഡേറ്റും പിണറായി വിജയൻ ചെന്ന ഡേറ്റും തമ്മിൽ നോക്കിയാലുള്ള അന്തരം നമുക്ക് മനസ്സിലാവും. അതുപോലെ ഒരേ സമയത്ത് കൂടുതൽ നേതാക്കന്മാർ ഒരേ സമയത്തേക്ക് ഒരേ സ്ഥലത്തേക്ക് സംഘർഷപൂരിതമായ ഒരു സ്ഥലത്തേക്ക് വരുന്നത് പോലെ അല്ല പല സമയത്ത് വരുന്നത്. അത് ഭരണകൂടത്തിന്റെ നിശ്ചയമാണ്. അതനുസരിച്ച് സന്ദർശിക്കാനുള്ള അവസരം കൊടുത്തു, സന്ദർശിക്കുകയും ചെയ്തു. 24 മണിക്കൂർ അവരെ തടവിൽ വച്ച ശേഷം പിറ്റേന്ന് തന്നെ സ്ഥിതി ശാന്തമായി പോകാൻ അനുവദിച്ചു. അങ്ങനെയാണോ? അതായത് അവിടുത്തെ പോലീസിന് എപ്പോഴാണോ അവരെ പോകാൻ അനുവദിക്കാവുന്നത് എന്ന് ബോധ്യം വരുന്നത് ആ സമയത്താണ് പോലീസ് അത് ചെയ്യുക. അപ്പോൾ അവരെ സംബന്ധിച്ച് ക്രമസമാധാനം നോക്കേണ്ടതുണ്ട്, അവരുടെ സുരക്ഷ നോക്കേണ്ടതുണ്ട്. ഇക്കരഞ്ഞ കാര്യങ്ങളൊക്കെ ഉറപ്പാക്കിയിട്ടാണ് സന്ദർശനം അനുവദിക്കുക എന്നുള്ളത് ഒരു പോലീസ് നടപടിക്രമമാണ്. ആ പോലീസ് നടപടിക്രമം മാത്രമേ അവിടെ പാലിച്ചിട്ടുള്ളൂ. അല്ലാതെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ജനാധിപത്യ പാർട്ടിയുടെ നേതാവിനെ തടയുക എന്നുള്ളത് സാധ്യമായ കാര്യമേ അല്ല. അതൊരു രാഷ്ട്രീയ മര്യാദയും അല്ല എന്ന് BJPക്ക് അറിയാം. BJP അതൊരിക്കലും ചെയ്യുകയുമില്ല. അല്ല, അതുകൊണ്ടുകൂടിയാണോ അന്ന് ലക്നൌവിൽ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി ലഖീംപൂർ സന്ദർശിക്കാതിരുന്നത്? ശ്രീ S. ജയസൂര്യൻ, ലക്നൌവിൽ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി ലഖീംപൂരിലേക്ക് പോയിരുന്നത് ഈ പ്രശ്നമുള്ളതുകൊണ്ടാണോ? അതെനിക്ക് പറയാൻ പറ്റില്ല. അത് അവിടുത്തെ അന്തരീക്ഷം അനുസരിച്ച് അവിടെയുള്ളവരാണ് തീരുമാനിക്കേണ്ടത്. അതല്ല, ഈ സംഘർഷഭരിതമായ ഒരു സ്ഥലമാണ്, അതുകൊണ്ടാണോ പ്രധാനമന്ത്രിയും അങ്ങോട്ട് പോകാതിരുന്നത്? അത് കേരളത്തിൽ ഇരുന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അത് UPയിലെ അന്തരീക്ഷത്തിൽ അവിടെ മാത്രമേ അറിയാൻ പറ്റൂ. ശരി, ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. ശ്രീ ആനന്ദ് കൊച്ചുകുടി, പ്രിയങ്ക ഗാന്ധി ഇന്ന് ഒരു കർഷക റാലിയാണ് അഭിസംബോധന ചെയ്തതെങ്കിലും അതൊരു തരത്തിൽ വരാൻ പോകുന്ന 2022 UP തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ ഉദ്ഘാടനം പോലെയാണ് അവരുടെ പ്രസംഗം. ഈ സർക്കാരിനെ, ഭരണകൂടത്തെ മാറ്റണം എന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെട്ടത്. എന്ന് മാത്രമല്ല, യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും അതിനിശ്ചിതമായ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുക കൂടി ചെയ്തു. ഒരർത്ഥത്തിൽ കോൺഗ്രസിന് എന്ത് തെരഞ്ഞെടുപ്പ് നേട്ടം എന്നതിലുപരി ഈ കർഷക പ്രക്ഷോഭത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കുള്ള രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാൻ ഈ പ്രിയങ്കയുടെ ഈ ഒരു പ്രസംഗത്തിനും ഇതേ തുടർന്നുണ്ടാകുന്ന ഇനിയുള്ള പ്രചാരണങ്ങളും കഴിയുമോ? ഈ കർഷകർ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ പാർട്ടികളോടൊപ്പം നിൽക്കുമോ? പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഇന്നത്തെ പരിപാടി അത് മുൻകൂട്ടി തന്നെ തീരുമാനിച്ച ഒരു പരിപാടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിന്റെ പേരൊക്കെ മാറ്റി കർഷക ന്യായ റാലി എന്ന പേരിൽ പ്രധാനമന്ത്രിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അരങ്ങേറിയ ഇന്ന് 10,000-കണക്കിന് ആൾക്കാർ ആ TV-യിലെ വിഷ്വൽസ് കണ്ടാൽ തന്നെ നമുക്കറിയാം. അവിടെ ലക്ഷമുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ 10,000-കണക്കിന് ആൾക്കാർ അണിനിരുന്ന ഒരു ആ പ്രസംഗത്തിൽ പ്രിയങ്ക ഗാന്ധി ഇന്ന് 27 മിനിറ്റ് ആണ് മുഴുവൻ പ്രസംഗം, അവരുടെ പ്രസംഗം. അതിൽ അവർ ഈ കുറിയൊക്കെ തൊട്ട് ജയ് മാതാദിയും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ഇന്ന് നവരാത്രിയുടെ 4ാം ദിവസമാണ് എന്ന് പറഞ്ഞ് അവർ പല കാര്യങ്ങളെക്കുറിച്ചും ഒരു രാഷ്ട്രീയ പ്രസംഗം തന്നെയാണ് നടത്തിയത്. പലപ്പോഴും നമ്മൾ നരേന്ദ്രമോദിയുടെയൊക്കെ പ്രസംഗങ്ങൾ ഈ എല്ലാ ചാനലുകളും ലൈവായിട്ട് കാണിക്കുന്നത് കാണാറുണ്ട്. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് എന്തോ പല ചാനലുകളും അത് ലൈവായിട്ട് തന്നെ കാണിച്ചു. ഇന്ന് 2:30 ആയിരുന്നു അവരുടെ പ്രസംഗം. ഈ രാഹുൽ ഗാന്ധിയുടെ പലപ്പോഴും പ്രസംഗങ്ങൾക്ക് ഈ ഷാർപ്നെസ് വളരെ കുറവ് നമുക്ക് തോന്നാറുണ്ട്. അതിൽ ഇത്തിരി ഷാർപ്നെസ് കുറവാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വാക്കുകൾ കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പക്ഷേ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്നത് അവർക്ക് ഹിന്ദി നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാം. പണ്ട് നട്വർ സിംഗ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, പ്രിയങ്ക ഗാന്ധിയുടെ എക്സാക്ട്നെസ് ഓഫ് എക്സ്പ്രഷൻ, അഥവാ അവർക്ക് കൃത്യമായി വാക്കുകൾ ഉപയോഗിക്കാനുള്ള കഴിവും ഹിന്ദിയിലുള്ള അവരുടെ പ്രാവീണ്യവും. അവർ ഒരു കാര്യം തൊട്ട് എല്ലാ കാര്യവും, ഈ കർഷക സമരം മാത്രമല്ല, അവര് ക്രോണിക് ക്യാപിറ്റലിസത്തെ കുറിച്ചും അവര് ഈ സോനഭദ്രയിൽ ഇതിനു മുമ്പ് പോയതിനെ കുറിച്ചും അവർ പറയുന്നുണ്ടായിരുന്നു. 45 ലക്ഷം കൊടുത്ത് ഇവരെ വായടപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, ഇവർക്ക് ന്യായമാണ് കിട്ടേണ്ടത്. സോനഭദ്രയിലെ 12 ആദിവാസികൾ സംഘർഷത്തിൽ കൊലപ്പെട്ടപ്പോഴും ഹത്രാസിലെ കാര്യം അവർ പറയുന്നുണ്ടായിരുന്നു. അവർക്കൊക്കെ ന്യായം, നീതി കിട്ടിയോ?
നീതിയാണ് കിട്ടേണ്ടത്. അല്ലാതെ പൈസ കൊടുത്ത ആരെയും അവർക്ക് ഉണ്ടായ നഷ്ടം പരിഹരിക്കാൻ കഴിയില്ല. അപ്പോ ഇനിയിപ്പോൾ ശ്രീ അജിംസിന്റെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഈ അവരുടെ പ്രസംഗത്തിന് ഒരു പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുമോ? നമുക്കറിയാം, ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പൊക്കെ ഇന്ത്യ ടുഡേയുടെ ഒക്കെ പല സർവേകളും വന്നു. ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് 5% വോട്ട്, 6% വോട്ട് എന്നൊക്കെയാണ് അതിൽ പറഞ്ഞിരുന്നത്. ഇത് ഈ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് എന്ന് മാത്രം നമ്മൾ നോക്കാതെ, ഇതിപ്പോ അടുത്ത 2024 ഒരു ചവിട്ടുപടിയായിട്ട് കാണുകയും 2024 പാർലമെന്റ് ഇലക്ഷനിലേക്ക് വരെ നമ്മൾ അതിനെക്കുറിച്ച് ഈ കർഷക സമരം അത്രയും നാൾ നിലനിൽക്കുകയും ചെയ്യുക എന്നുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു നിയമം കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് പിന്നെ പിന്തിരിയ എളുപ്പമല്ല. അദ്ദേഹത്തിന്റെ സ്ട്രോങ് മാൻ ഇമേജിന് ഒരു കോട്ടം തട്ടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും അദ്ദേഹം ഒരു ജനാധിപത്യവാദിയല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പ്രസംഗം ഒരു തുടക്കമാണ്. പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒന്നിച്ചു കൊണ്ടുവരാൻ, യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ ഒന്നിച്ചു കൊണ്ടുവരാൻ പറ്റിയാലും പറ്റിയില്ലെങ്കിലും ഇനിയിപ്പോൾ 5 മാസം 6 മാസമുണ്ട്. പ്രിയങ്ക ഗാന്ധി അവിടെ തന്നെ, ലക്നൌവിൽ തന്നെ അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ തന്നെ അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത 5 മാസങ്ങളിൽ അവരുടെ പ്രവർത്തനം ഉത്തർപ്രദേശിൽ തന്നെയാകും. അവർ അവിടെ തന്നെ സ്ഥിരതാമസമാക്കുമെന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ അവർ ചെയ്താൽ ഈ ഇലക്ഷന്റെ ഒരു കാലഘട്ടം, അടുത്ത 5 മാസത്തിൽ തന്നെ ഈ ഇലക്ഷനിൽ വലിയ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. കാരണം ഇന്നത്തെ അവരുടെ പ്രസംഗത്തിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. അവർക്ക് ഈ അഖിലേഷ് യാദവിനെ പോലെയും മായാവതിയെക്കാളും ഒക്കെ ഒത്തിരി കരിസ്മയുള്ള ഈ മാധ്യമങ്ങളൊക്കെ അവരെ വലിയ തോതിൽ പിന്തുണയ്ക്കുന്ന കാരണം അവര് ഒരു നേതാവിന്റെ ഒരു എല്ലാ കഴിവുമുള്ള ഒരു ആളാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി. നരേന്ദ്രമോദി മാധ്യമങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ അത് ഈ നമ്മൾ നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ പോലും പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പ്രസംഗം വരുമ്പോൾ അത് ലൈവായിട്ട് ഇന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ഹിന്ദി മാധ്യമങ്ങളും ഈ ഗോദി മീഡിയ എന്നൊക്കെ പറയുന്ന നമ്മൾ വിശേഷിപ്പിക്കുന്ന ഹിന്ദി ചാനലുകൾ വരെ ഇന്ന് എല്ലാ മാധ്യമങ്ങളും അത് ലൈവായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും ലൈവായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് അവരുടെ ഒരു പ്രസംഗത്തിന് അത്രയും റീച്ച് കിട്ടുന്നുണ്ട്. അതിപ്പോ അഖിലേഷ് യാദവിന്റെ ആണെങ്കിലും മായാവതിയുടെ ആണെങ്കിലും അങ്ങനെ കിട്ടുകയില്ലല്ലോ. അപ്പോൾ അവർക്ക് ഇന്നിപ്പോ ഈ അണിനിരുന്ന ജനങ്ങളെല്ലാം അവർക്ക് വോട്ട് ചെയ്യുമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവർക്കൊരു നറേറ്റീവ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. രാഹുൽ ഗാന്ധിക്ക് പലപ്പോഴും കഴിയാത്തത് എന്താണ്? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമെല്ലാം വളരെ കൃത്യമാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ആശാസ്യകരമാണ്, വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ അത് ഒരു നറേറ്റീവിനെ ചേഞ്ച് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ പ്രിയങ്ക ഗാന്ധിക്ക് ആ വാക്ചാരുതിയും അവരുടെ സംസാരശേഷിയും കൊണ്ട് പലപ്പോഴും ഒരു നറേറ്റീവിനെ മാറ്റാൻ കഴിയുന്ന ഒരു നേതാവാണ് പ്രിയങ്ക ഗാന്ധി. ഇനിയിപ്പോൾ അടുത്ത 5 മാസത്തിൽ അവർ ഇതേപോലെ ഉത്തർപ്രദേശിൽ അങ്ങോളം ഇങ്ങോളം പോയി പ്രസംഗിച്ചാൽ ഇതിന് ഈ യോഗി ആദിത്യനാഥ് സർക്കാർ വലിയ കഷ്ടത്തിലാവും. അവിടെ ഈ കാട്ടാള ഭരണം നടക്കുകയാണല്ലോ. മുമ്പ് നമുക്കറിയാം, ഈ ലഖിംപൂർ ഖേരി അവിടെ ഈ ജീപ്പ് കയറ്റി ആൾക്കാരെ ചവിട്ടിയരയ്ക്കുന്നതിന് മുമ്പ് ഒരു 2-3 ആഴ്ച മുമ്പ് അവിടെ ഒരു യോഗി ആദിത്യനാഥിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഗോരഖ്പൂരിൽ ഒരു ബിസിനസ്മാനെ ഒരു ബിസിനസ്സുകാരന് കുറച്ച് പോലീസുകാർ കയറി അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ കയറി റെയ്ഡ് നടത്തി അദ്ദേഹത്തെ കൊന്നു. അപ്പോൾ അതേപോലെയുള്ള അദ്ദേഹം ഒരു വൈശ്യ സമാജക്കാരനാണ്. അവിടെയുള്ള വൈശ്യന്മാര് അവിടെ യോഗി ആദിത്യനാഥിനെതിരാണ്. അവിടുത്തെ ബ്രാഹ്മണര് യോഗി ആദിത്യനാഥിനെതിരാണ്. കാരണം അദ്ദേഹം ഒരു ഠാക്കൂറാണ്. അദ്ദേഹത്തിന്റെ ബ്യൂറോക്രസിയിലുള്ള കുറെ ആൾക്കാരെല്ലാം ഠാക്കൂർമാരാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാസ്റ്റ് ഇന്നിപ്പോ പ്രിയങ്ക ഗാന്ധി ഒരു മൃദു ഹിന്ദുത്വ സമീപനമാണ് എന്നൊക്കെ വേണമെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷക്കാരൊക്കെ പറയുമായിരിക്കും. പക്ഷെ ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ ഈ ഇതുപോലെയുള്ള അതിലേക്ക് വരാം. ശ്രീ സച്ചിൻ നാരായണൻ, ഒരു പക്ഷേ വാരാണസി ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ലഭിക്കുന്ന വോട്ടിന്റെ എണ്ണത്തേക്കാൾ കൂടുതലായിരുന്നു തീർച്ചയായും ഇന്ന് പ്രിയങ്ക ഗാന്ധി അഭിസംബോധന ചെയ്ത ആളുകളുടെ എണ്ണം. ഒരു തർക്കവുമില്ല കാര്യത്തിൽ. പ്രിയങ്ക ഗാന്ധിക്ക് ആ അർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചലനമുണ്ടാക്കാൻ കഴിയുമോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് പ്രിയങ്ക ഗാന്ധി അവിടെ ചുമതലയേൽക്കുന്നത്. അവർക്ക് ഇത്രയും കാലം കൊണ്ട് എന്ത് മാറ്റമുണ്ടാക്കാൻ കഴിയുന്നൊരു ചോദ്യമുണ്ട്. 1. 2, BJPക്ക് ഈ പറയുന്ന കർഷക പ്രക്ഷോഭം ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നവരുമുണ്ട്. കാരണം ഡീമോണിറ്റൈസേഷന് ശേഷം, നോട്ട് നിരോധത്തിന് ശേഷമാണ് UP തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. UP തെരഞ്ഞെടുപ്പിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ, 2017 തെരഞ്ഞെടുപ്പിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ നോട്ട് നിരോധനത്തിന് കഴിഞ്ഞിട്ടില്ല. ഭരണകൂടത്തിനെതിരായ ഒരു രോഷവും ഉണ്ടായില്ല. അതുപോലെ തന്നെ ഈ രാകേഷ് ടിക്കായത്തിനെ പോലുള്ളവർ നയിക്കുന്ന കർഷക രോഷം, ആ കർഷക രോഷത്തിന് ലക്ഷ്യം ആ നിയമം പിൻവലിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ BJPക്കെതിരായ രോഷമല്ല, BJP സർക്കാർ താഴെ ഇറക്കണമെന്നുള്ളത് അവരുടെ ആത്യന്തിക ലക്ഷ്യവുമല്ല എന്നും പറയുന്നു.
താങ്കൾ എന്താണ് കാണുന്നത്? ഈ കർഷകരുടെ ഈ രോഷം ആ അർത്ഥത്തിൽ യു പിയിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടോ? കർഷകരുടെ രോഷം തീർച്ചയായും യു പി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ രോഷം BJP-യെ പൂർണ്ണമായും അധികാരത്തിൽ നിന്ന് മാറ്റുന്ന തരത്തിലുള്ള ഒരു വിധിയെഴുത്തായി മാറുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് കേണപേക്ഷിച്ചുകൊണ്ടല്ല ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വക്താക്കളാകാൻ ശ്രമിക്കുന്ന ആരും ഇവിടെ പണിയെടുക്കേണ്ടത്. RSS BJP ഗവൺമെന്റ് എന്ന് പറയുമ്പോഴും RSS BJP-യുടെ അധികാര സമുച്ചയം ഇന്ത്യൻ ഭരണവ്യവസ്ഥയ്ക്കും ഇന്ത്യൻ ജനാധിപത്യത്തിനും എതിരാണെന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ അവർക്ക് പകരം ആരെന്നുള്ള ചോദ്യത്തിന് അവർ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങളും അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിനെയും തള്ളിക്കളയുന്ന ഒരു ബദലിനെയാണ് ആളുകൾ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിനു പകരം ഇന്ദിരാഗാന്ധിയുടെ ഇമേജിലുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ഉയർത്തെഴുന്നേൽപ്പ് സ്വപ്നം കാണുകയും അല്ലെങ്കിൽ അതിനുവേണ്ടി മീഡിയയിലൂടെ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം യു പി പൊളിറ്റിക്സ് പോസ്റ്റ് മണ്ഡൽ ഫേസിൽ വളരെ കൃത്യമായിട്ട് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ കോൺഗ്രസിന്റെ സ്ഥാനം ഈ 5-6% നിന്ന് 10% വരെ ആണെങ്കിൽ പോലും ഒരു തരത്തിലുള്ള ഇലക്ടറൽ ചലനവും ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അത് എത്തുമോ എന്നുള്ള കാര്യത്തിൽ പലർക്കും സംശയമുണ്ട്. എനിക്കും ആ സംശയമുള്ളതാണ്. കാരണം BJP സർക്കാരിന്റെ RSS സർക്കാരിന്റെ രാഷ്ട്രീയത്തിന് ബദലാകാനായിട്ടുള്ള രീതിയിലുള്ള ഒരു ഊർജം കർഷക സമരത്തിനുണ്ട്. എന്നാൽ ആ ഊർജം തങ്ങളുടെ മുന്നണിയുടെ അല്ലെങ്കിൽ ഒരു അംബ്രല ഫ്രണ്ടിന്റെ ഭാഗമാക്കാനുള്ള നീക്കങ്ങൾ ഒന്നും തന്നെ യു പിയിലെ ജാതി അധിഷ്ഠിതമായ വർഗീയ ജാതി അധിഷ്ഠിതമായ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ ആരും തന്നെ അതിൽ ശ്രദ്ധ കാണിച്ച് കാണുന്നുമില്ല. അഖിലേഷിനെയും മായാവതിയെയും അതായത് സമാജ്വാദി പാർട്ടിയെയും BSP-യെയും തള്ളിക്കളഞ്ഞുകൊണ്ട് അവിടെ ഒരു രാഷ്ട്രീയ ബദൽ ഉണ്ടാകുക എന്നുള്ളത് ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ, ഒരു അധ്യാപകൻ, ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് അതിലൊരു സാങ്കത്യവും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മീഡിയയിലാണോ അതോ മറ്റ് ചർച്ചകൾ നടത്തുന്ന ഇടങ്ങളിലാണോ നമ്മൾ പ്രിയങ്കയുടെ വരവ് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചുവരവ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സംയുക്ത കിസാൻ മോർച്ചയുടെ കീഴിൽ അണിനിരന്നുകൊണ്ട് അവിടെ കർഷകർ നടത്തുന്ന 1 വർഷവും 2 മാസത്തിനും മുകളിലായി ഇവിടെ നടത്തുന്ന ഈ സമരത്തിന്റെ ഊർജം ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഇനിയും പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ GV ഹരി, രോഷമുണ്ട്, യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ രോഷമുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. അത് കർഷകരുടെ ഭാഗത്തുനിന്നുണ്ട്, സാധാരണക്കാരുടെ ഭാഗത്തുനിന്നുണ്ട്. ഹലോ, ഞാൻ വരാം സച്ചിൻ താങ്കളിലേക്ക്. ശ്രീ GV ഹരി, വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്കിടയിൽ യു പിയിൽ യോഗി സർക്കാരിനെതിരായ രോഷമുണ്ട്, കേന്ദ്ര സർക്കാരിനെതിരായ രോഷമുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള രോഷമുണ്ട്. പക്ഷെ BJP-യുടെ ഒരു ലൈഫ് ലൈൻ എന്ന് പറയുന്നത് ഈ രോഷത്തെ പല ചാനലുകളിലേക്ക് തിരിച്ചുവിടുന്നു എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ BJP-യുടെ ലൈഫ് ലൈൻ. ഇവിടെയും യു പിയിലും അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന നിരീക്ഷണം പ്രസക്തമാണ്. കാരണം പ്രതിപക്ഷ കക്ഷികളുടെ ഒരു ഐക്യം ഇനിയും രൂപപ്പെട്ടിട്ടില്ല. ഈ പ്രതിപക്ഷ രോഷത്തെ മുഴുവനായും എൻകേഷ് ചെയ്യാനുള്ള ഒരു സംഘടനാ സംവിധാനമോ ശാരീരിക ക്ഷമതയോ കോൺഗ്രസിന് യു പിയിലില്ല. അപ്പോൾ പ്രിയങ്ക ഗാന്ധി ഇന്ന് തുടങ്ങി വച്ചത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു യു പി നേരത്തെ തന്നെ പ്രിയങ്ക ഗാന്ധിയെ AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അവർക്ക് അവിടെ ചുമതല കൊടുക്കുകയും അവർ വളരെ കൃത്യമായി തന്നെ അവിടെ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് അവിടെ ഉള്ളത്. നമ്മുടെ മെഷീനറികൾ കഴിയുന്നത്ര ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളും പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അവർക്ക് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ, നേരത്തെ ഇവിടെ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കാൻ അല്പം താമസിച്ചു, എന്നാലും ഞാൻ വരുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ അവിടെ നടത്തിയിട്ടുള്ള ഇടപെടലുകളാണ്. ഇവിടെ 2020 NCBR കണക്ക് പ്രകാരം, നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തട്ടിക്കൊണ്ടുപോകൽ നടത്തിയിട്ടുള്ളത് ഉത്തർപ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഉത്തർപ്രദേശിലാണ്. ഏറ്റവും അവസാനമായി തന്നെ നമുക്കറിയാവുന്നതുപോലെ ഒരു മന്ത്രിയുടെ മകൻ ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ ഇതെല്ലാം എന്തുകൊണ്ടുണ്ടായി? ഈ അറസ്റ്റ് എന്തുകൊണ്ടുണ്ടായി? അടിസ്ഥാനപരമായി ഈ അറസ്റ്റ് ഉണ്ടായത് ഈ വിഷയം സുപ്രീം കോടതിയുടെ വരെ ശ്രദ്ധയിലേക്ക് എത്തുകയും അല്ലെങ്കിൽ മൊത്തം രാജ്യത്തുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള മുഴുവൻ മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കുന്നത്
ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെയും ശ്രീ രാഹുൽ ഗാന്ധിയുടെയും ഇടപെടലിലൂടെയാണ്. അപ്പൊ ആ കാര്യത്തിൽ അവർ വളരെ കൃത്യമായി വിജയിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു തർക്കമില്ല. അവരിതിപ്പോ പെട്ടെന്ന് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനേക്കാൾ നമുക്കറിയാവുന്ന പോലെ പല ഡൽഹി കൊലപാതകങ്ങളടക്കം ഗ്യാങ് റേപ്പ് കേസ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ കൃത്യമായി ആ വിഷയങ്ങളിലെല്ലാം തന്നെ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇടപെട്ടിരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. ശ്രീ ജി വി ഹരി, ഇന്ന് കർഷക സമരത്തിൽ നിന്ന് കോൺഗ്രസ് റിസ്ട്രെയിൻ ചെയ്തു തന്നത്, അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് ആ സമരത്തിന്റെ ഒരു കോസിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ല എന്ന ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. ഇപ്പോൾ ഡൽഹിയിൽ കർഷകർ നടത്തിയ സമരത്തിലായാലും രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളോ ആരും അങ്ങോട്ട് ചെന്നിട്ടില്ല. അതിനെ ഒരു കോൺഗ്രസിന്റെ സ്റ്റൂജാണ് എന്ന് BJPക്ക് ആരോപിക്കാൻ ഇട നൽകേണ്ടതില്ല എന്നാണ് അവർ കരുതിയിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കിസാൻ റാലി നടത്തിക്കൊണ്ട് UPയിൽ ഈ കർഷക രോഷത്തെ കൃത്യമായി പൊളിറ്റിക്കലി ചാനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു പ്രിയങ്ക. അതാണ് ചോദ്യം. അല്ലാതെ രാഷ്ട്രീയ മുതലെടുപ്പ് എന്നുള്ളതല്ല, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് എന്ന് ഇന്ന് പ്രിയങ്കയുടെ പ്രസംഗത്തിൽ നിന്ന് വ്യക്തമാണ്. അവർ പറയുന്നു ഈ ഭരണകൂടത്തെ മാറ്റിയേ പറ്റൂ എന്ന് പറയുന്നു. ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ രാജ്യത്ത് ഉണ്ടാകുന്ന ഇത്രയും വലിയ ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് പോകേണ്ടതാണോ അജിംസ് പറയുന്നത്? ഞാനതല്ല പറഞ്ഞത്. ലഖിംപൂർ സന്ദർശനമോ മുമ്പ് ഹാത്രസ് സന്ദർശിച്ചതോ അല്ല ഞാൻ പറയുന്നത്. ഇതിനെ കൃത്യമായി രാഷ്ട്രീയമായി തന്നെയാണ് പറയുന്നത് പ്രിയങ്ക ഗാന്ധി. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അത് സ്വാഭാവികമല്ലേ? അതല്ലേ അതിന്റെ ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ അത് സ്വാഭാവികമായ പ്രക്രിയയില്ല. അതെന്താ തെറ്റുള്ളത്? അതൊരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ, ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങളത് ചെയ്യണം. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയം കൃത്യമായി ഞങ്ങൾ ചെയ്യണം. അത് ചെയ്യുന്നുണ്ട് എന്ന് അജിംസ് വിലയിരുത്തുന്നു എങ്കിൽ ജയിച്ചു. തീർച്ചയായിട്ടും അജിംസിനെ പോലെ ഒരു മാധ്യമ പ്രവർത്തകൻ അത്തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ കോൺഗ്രസ് നടത്തുന്നു UPയിൽ എന്ന് അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടെങ്കിൽ അത് ശരിയായ വിലയിരുത്തലാണ്, തെറ്റില്ല. ഇതുവരെ അങ്ങനെ വിലയിരുത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. താങ്കൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ഇപ്പോൾ ഡൽഹിയിൽ കർഷകർ 1 വർഷമായി സമരം ചെയ്യുന്നു. കോൺഗ്രസ് പ്രത്യക്ഷ പിന്തുണയുമായി അതിനെ സമീപിക്കാത്തതിന്റെ കാരണം അവരുടെ കോസിനെ റെസ്പെക്ട് ചെയ്യുന്നു കോൺഗ്രസ്. ആ കോസ് വിജയിക്കണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. അതേസമയം രാഷ്ട്രീയ കക്ഷികൾ അവിടെ പതാകയുമായി ചെന്നു കഴിഞ്ഞാൽ അതിന് രാഷ്ട്രീയ സമരമായി കേന്ദ്ര സർക്കാർ പെയിന്റ് ചെയ്യുകയും അങ്ങനെ കാണിക്കുകയും ചെയ്തുകൊണ്ട് അതിനെ അടിച്ചമർത്താൻ അവർക്ക് എളുപ്പമാണ്. അതുകൊണ്ട് അത് അവിടെ പോയിട്ടില്ല എന്നാണ് മുമ്പ് വിശദീകരിക്കപ്പെട്ടത്. ഇവിടെ അങ്ങനെയല്ല. ഈ കിസാൻ റാലി നടത്തിക്കൊണ്ട് UPയിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇതേ വിഷയം, ലഖിംപൂർ വിഷയം ഉൾപ്പെടെ, അതുപോലെ കർഷകരുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് യോഗി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് രാഷ്ട്രീയമായി. അപ്പോൾ ഈ കർഷകരുടെ കോസ് രാഷ്ട്രീയമായി കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്നതിന്റെ സൂചനയാണ്. അല്ല, കോൺഗ്രസ് നേതാക്കന്മാർ മാത്രമേ അവിടെ പോകാതെ ഉള്ളൂ. ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരടക്കം മറ്റു പല സംഘടനകളും അവിടെ അങ്ങനെ തന്നെ കർഷക സംഘടനകളൊക്കെ തന്നെ വളരെ കൃത്യമായി ആ സമരത്തിൽ എല്ലാ പിന്തുണയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമരത്തിന്റെ ഭാഗമായി തന്നെ നിലനിന്നിട്ടുണ്ട്. അത് ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ IOICയുടെ ദേശീയ പ്രസിഡന്റായിട്ടുള്ള BV ശ്രീനിവാസ് അടക്കമുള്ള ആളുകൾ ആ കാര്യത്തിൽ, ആ കോസിൽ അവരോടൊപ്പം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ വിഷയം അതല്ലല്ലോ. ഇവിടെ 4 പേർ മരണപ്പെട്ടിരിക്കുന്നു. അതും മനഃപൂർവ്വമായി ആ ഒരു വളരെ ശാന്തമായി നടത്തിയിരുന്ന ഒരു സമരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ഒരു പ്രതിഷേധത്തിലേക്ക്, സമരത്തിലേക്ക് വണ്ടി ഇടിച്ച് മനഃപൂർവ്വമായി വണ്ടി കയറ്റി 4 പേരെ കൊല്ലിരിക്കുന്നു. ആ കാര്യത്തിൽ ഇടപെടാതിരിക്കാൻ എങ്ങനെ കഴിയും? ആ കാര്യത്തിൽ തീർച്ചയായിട്ടും ഇടപെടും നമ്മൾ. അപ്പൊ ആ കാര്യത്തിൽ ഇടപെടുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അടുത്ത് പോയതോ അല്ലെങ്കിൽ ഹാത്രസിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോയതോ അതിനെയൊക്കെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ എന്ന നിലയിൽ ഇരകളോടൊപ്പം നിൽക്കുക എന്നൊരു വിശാല രാഷ്ട്രീയ താല്പര്യം. ഓക്കെ, ഇവിടെ അതല്ല. തെരഞ്ഞെടുപ്പ് പരാമർശിക്കുന്നു, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഭരണകൂടത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഈ കർഷക സമരത്തിന്റെ കോസ് ഏറ്റെടുത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള ഒരു ശക്തി UPയിൽ കോൺഗ്രസ് ആർജിച്ചിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അല്ല, ഉണ്ടല്ലോ. ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ ഒരു കർഷകരുടെ സമരം എല്ലാം പരാമർശ വിധേയമാവും. ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ എല്ലാ വിഷയങ്ങളും പെട്രോൾ വില വർധനവുണ്ടാവും, വില വർധന ചർച്ചയാകും. ഇത് ഈ കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ചയാവും, രാജ്യത്തുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങൾ ചർച്ചയാവും. അത് സ്വാഭാവികമായിട്ട് പറയേണ്ടി വരില്ലേ? അത് പറയാതിരിക്കാൻ കഴിയുമോ നമുക്ക്? തെരഞ്ഞെടുപ്പുകളിൽ പൊതുവേദികളിൽ പറയുമ്പോൾ ഇന്നത്തെ റാലിയിൽ തന്നെ അത്തരത്തിലുള്ള വിഷയം പറയാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ? രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങളോട് പറയണ്ടേ? ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കൃത്യമായി രാജ്യത്ത് നടക്കുന്ന അനീതി, രാജ്യത്ത് നടക്കുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങളെ തുറന്നു കാട്ടേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അതിന്റെ അർത്ഥം ഞങ്ങൾ ഇതിനെ മുഴുവൻ ഏറ്റെടുത്തു, കർഷകരുടെ സമരം മുഴുവൻ ഞങ്ങൾ ഏറ്റെടുത്തു, അത് കോൺഗ്രസിന്റെ സമരമായി മാറുന്നു എന്ന അർത്ഥമില്ല. തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. UPയിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പൊ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാജ്യത്തുള്ള എല്ലാ പ്രശ്നങ്ങളും, ജനങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ ഉത്തരവാദിത്തമാണ്. അവർ ഭംഗിയായി ചെയ്യുന്നു എന്നാണ് എന്റെ അതുവരെ ശരി. ശ്രീ ജി വി ഹരി,
പക്ഷേ ഇന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ഒരു അപ്പിയറൻസ് കൂടി ഇവിടെ സച്ചിനാരായണൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അവിടെ ഇന്ദിരാഗാന്ധി അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അപ്പിയറൻസ് കൊണ്ട് യു പിയിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പ്രത്യേകിച്ചും പോസ്റ്റ് മണ്ഡൽ കാലഘട്ടത്തിൽ 90-കൾക്ക് ശേഷം യു പി അത് ഈ 2 ദിവസം അജിംസ് പോസ്റ്റ് മണ്ഡൽ കാലഘട്ടത്തിൽ ഈ ജാതി സമവാക്യങ്ങൾ മാറിയിരിക്കുന്നു. ഇപ്പോൾ നോക്കൂ, യു പിയിലാകട്ടെ സമാജ്വാദി പാർട്ടിക്കോ ബി എസ് പിക്കോ അവരുടെ വോട്ട് ബേസ് പോലും സംരക്ഷിക്കാൻ കഴിയാത്ത വിധം ബി ജെ പി അങ്ങോട്ട് കടന്നു കയറിയിരിക്കുന്നു. ജാതി സമവാക്യങ്ങളല്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിജയം നിശ്ചയിക്കുന്നത് എന്നതിലേക്ക് 2017 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ യു പിയിൽ അങ്ങനെയാണ് കാണുന്നത്. ഏതെങ്കിലും കാസ്റ്റ് ബേസ് വോട്ടുകൾ ലഭിക്കുമെന്ന് കരുതുന്നത്. പക്ഷെ ഇവിടെ നോക്കൂ, ഒരു പരമ്പരാഗത കാഴ്ചപ്പാടെന്ന നിലയിൽ വലിയ തിലകക്കുറിയുമായി ജയ്മാതാദി വിളിച്ചുകൊണ്ട് ഒക്കെയാണ് പ്രിയങ്ക ഗാന്ധി പ്രസംഗം ആരംഭിക്കുന്നത്. ഒരു മാറ്റവുമില്ലല്ലേ എന്ന് കോൺഗ്രസിനോട് ചിലർക്ക് ചോദിക്കേണ്ടി വരും. ജിംസേ, ഞാൻ ചോദിക്കട്ടെ, നോർത്ത് ഇന്ത്യയിലെ പ്രത്യേക സാഹചര്യം, ഇപ്പോഴത്തെ സാഹചര്യം എന്താ? അവിടെ ദസറയാണ്, അവിടെ വലിയ ആഘോഷമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ കേരളത്തിൽ ഓണം ആഘോഷിക്കുന്ന പോലെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ പോലെ തന്നെ, പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ പോലെ തന്നെ നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ കേന്ദ്രം അവിടെ നമുക്ക് യു പിയുടെ പ്രത്യേകത അറിയാമല്ലോ, നമുക്ക് വാരണാസി അടക്കമുള്ള സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഈ പറയുന്ന ദസറ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു രാഷ്ട്രീയ പരാമർശം അല്ലെങ്കിൽ രാഷ്ട്രീയ വേദിയിൽ അവര് ജയമാതാജി വിളിച്ചു എന്ന് പറഞ്ഞ് തെറ്റൊന്നുമായിട്ട് കാണണ്ട. ഇനി ഇന്ദിരാഗാന്ധിയുടെ 2 ദിവസമായി മാധ്യമങ്ങളൊക്കെ പറയുന്നു ഇന്ദിരാഗാന്ധിയുടെ രൂപത്തിലേക്ക് പരിവർത്തനപ്പെടുന്നു. അതൊക്കെ നിങ്ങളുടെ മാത്രം അഭിപ്രായമായിട്ട് ഞങ്ങൾ കാണുന്നുള്ളൂ. അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ രൂപസാദൃശ്യവും രാജീവ് ഗാന്ധിയുടെ രൂപസാദൃശ്യവും ഒക്കെ ഉണ്ടായാൽ അതിനെ നോക്കി വോട്ട് ചെയ്യുന്ന കാലമൊക്കെ രാജ്യത്ത് പോയി എന്ന് വ്യക്തിപരമായി വിലയിരുത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. അതൊന്നും കൊണ്ടൊന്നും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അത്തരത്തിലുള്ളൊരു സമീപനവും സ്വീകരിക്കുന്നില്ല. അവർക്ക് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ രൂപം വന്നുപോയത് നമുക്കറിയാം. എന്തുകൊണ്ടാണ് നമുക്കറിയാം, അവരുടെ മുത്തശ്ശിയാണ്. സ്വാഭാവികമായും അവർ ഇന്ദിരാഗാന്ധിയെ പോലെ ഇരിക്കും, രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയെ പോലെ ഇരിക്കും എന്നതുകൊണ്ട് അതിന്റെ അർത്ഥം അവരൊക്കെ അത്തരത്തിലാണ് ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പറയുന്നത് ആ ഒരു വിലയിരുത്തലോടൊന്നും എനിക്ക് യോജിപ്പില്ല. വളരെ കൃത്യമായി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ രാജ്യത്ത് നിലനിൽക്കുന്നതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വലിയ രോഷമുണ്ട് ഈ സർക്കാരിനെതിരെ. ഒന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് നമുക്കറിയാവുന്ന പോലെ കൽക്കരി ക്ഷാമം വന്നിരിക്കുന്നു. രാജ്യം പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഒന്നാമത് കോവിഡ് കാലമാണ്, അതിനോടൊപ്പം ഊർജ്ജ പ്രതിസന്ധി വരാൻ പോവുകയാണ്. രാജ്യത്ത് വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകാൻ പോകുന്നു. ഊർജ്ജമില്ലാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും? ഒന്ന്, ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാവുന്നു. 2, ഡീസലിന്റെയും പെട്രോളിന്റെയും വില 100 കടന്നിരിക്കുന്നു രാജ്യത്ത്. മൂന്നാമത്തേത് കോവിഡ്. എന്താണ് സാഹചര്യം? കോവിഡ് കഴിഞ്ഞ ആളുകൾക്ക് ഇപ്പോഴും അവരുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും നിലനിൽക്കുന്നു. കർഷകർ 10 മാസക്കാലം സമരത്തിലാണ്. ഈ സമരത്തെ ഒന്ന് അഡ്രസ് ചെയ്യാൻ പോലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് സമയമുണ്ടാകുന്നില്ല. ഈ വിഷയങ്ങളൊക്കെ അതോടൊപ്പം ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനമായി നമ്മൾ കണ്ടതുപോലെ മനഃപൂർവ്വമായി സമാധാനപരമായി സമരം നടത്തുന്ന കർഷകർക്കിടയിലേക്ക് ഒരു മന്ത്രിയുടെ മകൻ വണ്ടി കയറ്റി 4 പേരെ കൊന്നിരിക്കുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വരെ ചില ആളുകൾ പറഞ്ഞത് എന്താണ്, ബിജെപിയുടെ വക്താക്കൾ പറഞ്ഞത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇന്ന് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നു, കൊലക്കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നു. ഈ സാഹചര്യം എന്തുകൊണ്ടുണ്ടായി? പ്രിയങ്ക ഗാന്ധിയെയും ശ്രീ രാഹുൽ ഗാന്ധിയെയും പോലുള്ള നേതാക്കന്മാർ ഈ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ടാണ്. അതല്ലെങ്കിൽ ഇപ്പം വെറും ആൾജാമ്യത്തിൽ അദ്ദേഹം വീട്ടിൽ പോയി ഇരുന്നേനെ. ഇതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഈ വിഷയം സ്വാഭാവികമായും തെരഞ്ഞെടുപ്പാകുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇതൊക്കെ ഉന്നയിക്കും. അതിനകത്തൊരു സംശയം വേണ്ട. ശ്രീ ജയസൂര്യൻ, കാര്യമൊക്കെ ശരി തന്നെ. ഇപ്പോൾ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസഫർ നഗർ കലാപമുണ്ടായി. ആ കലാപത്തെ തുടർന്ന് ബി ജെ പിക്ക് യു പിയിൽ വലിയ തോതിലുള്ള ഇലക്ഷൻ ഗെയിൻ ഉണ്ടായി. 2016 നോട്ട് നിരോധനം പോലും വകവയ്ക്കാതെ യോഗി ആദിത്യനാഥ് മുന്നോട്ട് വച്ച ലവ് ജിഹാദ് പ്രശ്നങ്ങൾ, വർഗീയ പ്രസംഗങ്ങൾ, അതിനൊക്കെ ശേഷം വലിയ തോതിൽ അമിത്ഷായുടെ യു പി ഇളക്കിയുള്ള പര്യടനം, അതിനുശേഷം ബി ജെ പിക്ക് വലിയ തോതിലുള്ള ഇലക്ഷൻ ഗെയിൻ ഉണ്ടായി. അവിടെ 2019 തെരഞ്ഞെടുപ്പിലാകട്ടെ ഒരർത്ഥത്തിലുമുള്ള മോദി സർക്കാരിനെതിരെ എന്തെങ്കിലും രോഷമുണ്ടോ അതൊന്നും അവിടെ പരാമർശ വിഷയമായില്ല. ഇനി സമാജ്വാദി പാർട്ടി, ബി എസ് പി എന്നിവയുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകൾ പോലും അട്ടപടലം ചോർത്തിയെടുത്തുകൊണ്ട് ബി ജെ പി വൻ വിജയം അവിടെ നേടുകയുണ്ടായി. പക്ഷേ ഈ 2022 സാഹചര്യം അങ്ങനെയല്ല. കാരണം ബി ജെ പിയെ വലിയ തോതിൽ പിന്തുണച്ച ആളുകൾ പോലും വലിയ തോതിലുള്ള രോഷത്തിലാണ് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. താങ്കളും അത് കാണുന്നുണ്ടാവും. പ്രത്യേകിച്ച് കർഷക രോഷം, ഒന്ന് ഇന്ധനവില വർധന എന്ന് തുടങ്ങി രാജ്യത്ത് നിരവധി നീറുന്ന പ്രശ്നങ്ങൾ, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, കോവിഡ് കാലത്ത് യു പിയിൽ സംഭവിച്ചത് അത് ജനങ്ങൾ അനുഭവിച്ചതാണ്. ഇങ്ങനെ നിരവധി രോഷങ്ങളുണ്ട്. അതിനെ മറികടന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്യിപ്പിക്കാൻ എന്താണ് യോഗിയുടെ തന്ത്രം, ബി ജെ പിയുടെ തന്ത്രം? അതിനെ മറികടന്ന് എന്ന ആ വാക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ കേരളത്തിന്റെ 8 ഇരട്ടി ജനസംഖ്യയുണ്ട് യു പി എന്ന് പറയുന്നത്. ഏതാണ്ട് അമേരിക്കയുടെ ജനസംഖ്യയുടെ അടുത്ത് വരുന്ന ഒരു വലിയ സംസ്ഥാനമാണ്. അവിടുത്തെ മരണനിരക്കിനെ കടന്നു പോയിരിക്കുന്നു. കേരളത്തിലെ മരണനിരക്കെന്ന് പറയുമ്പോൾ
അവിടെയൊക്കെ ഇന്ന് കോവിഡ് മുക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. കേരളം ഇന്നും കോവിഡിന്റെ പിടിയിൽ തന്നെ അമർന്നു കിടക്കുകയാണ്. അപ്പോൾ ആ കോവിഡ് ഏറ്റവും ശക്തമായി ബാധിക്കേണ്ടിയിരുന്നത് UP ആണ്. കാരണം UP ആണല്ലോ 24 കോടി ജനസംഖ്യയുള്ള വലിയൊരു സംസ്ഥാനം. വലിയ പരാധീനതകളുണ്ട്. പ്രതിപക്ഷം പറയുന്ന പോലെയാണെങ്കിൽ അവിടെ ഒന്നുമില്ല, ആശുപത്രിയില്ല, ഡോക്ടറില്ല, ആരോഗ്യ സംവിധാനങ്ങളില്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രതിപക്ഷം മാത്രമല്ല ജയസൂര്യൻ പറഞ്ഞത് എന്നൊക്കെ പറയുന്ന അത് മറന്നുപോകരുത്. BJP MLA മാർ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കരയുകയായിരുന്നു, ഓക്സിജൻ ഇല്ല, ആശുപത്രി ഇല്ല എന്ന് പറഞ്ഞു. അതെ, ആ UP യിലാണ് ഇന്നിപ്പോ അതിനെല്ലാം അതിജീവിച്ച്, ആ കോവിഡിനെ എല്ലാം അതിജീവിച്ച് ജനങ്ങൾ സാധാരണ നിലയിലേക്ക് വന്ന് വലിയ മുന്നേറ്റത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ആ തന്ത്രം എന്താണ്? അത് തന്നെയാണ് അവിടെ യോഗി ആദിത്യനാഥ് എല്ലാ മേഖലയിലും പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷം ആരോപിക്കുന്ന അല്ലെങ്കിൽ ഉന്നയിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ അവിടുത്തെ യാഥാർത്ഥ്യങ്ങളാണ് എങ്കിൽ ആ യാഥാർത്ഥ്യങ്ങളെ അതിജീവിക്കാനും അതിനെ നേരിടാനും അതിന് പരിഹാരമുണ്ടാക്കാനും യോഗി ആദിത്യനാഥിന് അറിയാം. പക്ഷെ ഇപ്പോഴും ശ്രദ്ധിക്കൂ, എങ്ങനെയാണ് പ്രതിപക്ഷം ഈ വിഷയത്തെ കാണുന്നത്. ഇപ്പൊ സച്ചിൻ നാരായണൻ ഇപ്പോഴും പറയുന്നത് ബ്രാഹ്മണന്റെയും വൈശ്യന്റെയും കാര്യമാണ്. സച്ചിൻ നാരായണൻ ഇപ്പോഴും കാണുന്നത് യോഗി ആദിത്യനാഥ് ഒരു ടാക്കൂറായിട്ട് മാത്രമാണ്. ഈ സച്ചിൻ നാരായണനെ പോലെയാണ് അവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ ഈ രാഷ്ട്രീയത്തെ, ഈ തെരഞ്ഞെടുപ്പിനെ UP യിൽ കാണുന്നതെങ്കിൽ അവരുടെ അവസ്ഥ ശുദ്ധ ശൂന്യമായി പോകും. കാരണം ജാതി രാഷ്ട്രീയത്തിന്റെ ആ കള്ളികളിൽ നിന്ന് UP യെ മോചിപ്പിച്ച് ജാതിക്ക് അതീതമായിട്ടുള്ള ഒരു ജനാധിപത്യം അവിടെ കൊണ്ടുവരികയും അത് പലതവണ വിജയിപ്പിച്ച് കാണിക്കുകയും ചെയ്തു BJP. അപ്പോൾ ജാതി രാഷ്ട്രീയത്തിൽ കൂടി മാത്രം നിലനിന്നിരുന്ന ജാതി പാർട്ടികളും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജയ്മാതാദി വിളിക്കുകയും കാവി ഉടുക്കുകയും അല്ലെങ്കിൽ കുങ്കുമക്കുറി തൊടുകയും ഒക്കെ ചെയ്യുന്ന പ്രിയങ്ക ഗാന്ധിയെയും ഒക്കെ ആ നാട്ടുകാർ തിരിച്ചറിഞ്ഞ് പറഞ്ഞു വിട്ടു കഴിഞ്ഞതാണ്. ഏതായാലും എനിക്കിവിടെ വലിയൊരു സന്തോഷം തോന്നുന്നു ശ്രീ GV ഹരി കോൺഗ്രസ് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. ഞങ്ങളിപ്പോ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ രാജീവ് ഗാന്ധി അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യം ഒന്നും പറഞ്ഞുകൊണ്ടല്ല ഇറങ്ങുന്നത് എന്ന് പറഞ്ഞത് വളരെ വലിയ ഒരു ദിശാമാറ്റമാണ്. കോൺഗ്രസ് ഒരു യഥാർത്ഥ ജനാധിപത്യ പാർട്ടിയായിട്ട് മാറുന്നതിന്റെ ലക്ഷണം GV ഹരിയുടെ വാക്കുകളിൽ ഞാൻ കാണുകയാണ്. അതിനൊരു പക്ഷേ GV ഹരി താങ്കളുടെ അഭിനന്ദനത്തിന് നന്ദി പറയുമായിരിക്കും അടുത്ത ഊഴത്തിൽ. എന്റെ ചോദ്യം അതല്ല. താങ്കൾ പറഞ്ഞല്ലോ ജാതിക്ക് അതീതമായ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ഏകോപിപ്പിച്ചു, അതാണ് BJPയുടെ വിജയമെന്ന്. പക്ഷെ ഏകോപിപ്പിച്ചത് ആർക്കെതിരെ എന്നൊരു ചോദ്യമുണ്ട്. ജാതിക്ക് അതീതമായി ഹൈന്ദവ വോട്ടുകളെ ഏകീകരിച്ചു എന്നുള്ള അങ്ങനെയല്ലേ പറയേണ്ടത്, അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഒരിക്കലുമല്ല, അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അജിംസെ, അങ്ങനെ ആയിരുന്നുവെങ്കിൽ മുസ്ലിം ജനവിഭാഗത്തിന് നല്ല മുന്നേറ്റമുള്ള സ്ഥലമാണ് ഈ UP എന്ന് പറയുന്നത്. അവിടെ മുസ്ലിങ്ങൾക്ക് നിർണായകമായ വോട്ട് ബാങ്കുള്ള എല്ലാ പ്രദേശങ്ങളിലും മുസ്ലിങ്ങൾ മാത്രം പിന്തുണച്ചിരുന്ന ആൾക്കാർ ജയിച്ചിരുന്ന ആ സ്ഥലത്ത് താമര ചിഹ്നത്തിൽ BJPയുടെ ഹിന്ദു സ്ഥാനാർത്ഥികൾ ജയിച്ചല്ലോ. അപ്പൊ ആരാ വോട്ട് ചെയ്തത്? എത്ര മുസ്ലിം MLA-മാരുണ്ട് BJPക്ക് UP? ആർക്കും എതിരെയൊന്നുമല്ല. BJPക്ക് എത്ര മുസ്ലിം MLA-മാരുണ്ട് പറയുന്നത്? ഒറ്റ ചോദ്യം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല എത്ര മുസ്ലിം MLA-മാരുണ്ട് UP? ഞാൻ മറുപടി പറയട്ടെ അജിംസ്. എനിക്ക് മറുപടി ഉണ്ടെന്നേ, ചോദ്യം മാത്രം പോരല്ലോ, മറുപടി ഉണ്ടല്ലോ. ഇവിടെ മുസ്ലിം ഭൂരിപക്ഷം ഉള്ളിടത്ത് മുസ്ലിം മാത്രമേ ജയിക്കാവുള്ളൂ എന്ന് പറയുന്ന വർഗീയ പ്രീണനം നടത്തിയ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് വാദമേ ഇല്ല. കാരണം കേരളത്തിൽ പോലും അങ്ങനെയല്ല, ഇന്ത്യയിലൊരു സംസ്ഥാനത്തും അങ്ങനെയല്ല. അങ്ങനെയല്ല. എന്റെ ഒറ്റ ചോദ്യമാണ്, എന്തുകൊണ്ട് BJPക്ക് മുസ്ലിം MLA ഉണ്ടായില്ല, മുസ്ലിം MP-മാരില്ല? അല്ല, ഞാൻ മറുപടി പറയട്ടെ അജിംസെ. മറുപടി ഉണ്ട്. ചോദ്യം മാത്രമാണെങ്കിൽ ഞാൻ ഇവിടെ ചുമ്മാ കേട്ടോണ്ടിരുന്നാ പോരെ? അജിംസിന്റെ ചോദ്യം ഞാൻ കേട്ടു, മറുപടി പറയാനൊന്ന് അനുവദിക്കണം, അല്ലെങ്കിൽ ഇത് നാട്ടുകാർ കണ്ടോണ്ടിരിക്കുക. ജയസൂര്യ മറുപടി പറയുമ്പോൾ അജിംസ് തടസ്സപ്പെടുത്തുന്നത് കണ്ടാൽ മതിയെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ തടസ്സപ്പെടുത്തിക്കോ. അതായത് BJPക്ക് അവിടെ മുസ്ലിം MLA-മാരുടെ ആവശ്യമില്ല. അവിടെ മുസ്ലിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. കാരണം മുസ്ലിം MLA ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഇന്ന് അവിടെ സുരക്ഷിതമാണ്. മുസ്ലിം MLA-യും MP-യും ഉണ്ടായിട്ട്, മുസ്ലിം MLA-യും MP-യും മന്ത്രിയും ഉണ്ടായിട്ട് അവിടുത്തെ മുസ്ലിങ്ങൾക്കുണ്ടായ മുന്നേറ്റമല്ല ഇന്നവിടെ ഉണ്ടാകുന്നത് എന്ന് UP യിലെ മുസ്ലിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് UP യിലെ മുസ്ലിങ്ങളെ MLA-യും MP-യും മന്ത്രിയും കാണിച്ച് സ്വാധീനിക്കേണ്ട, BJPയുടെ ഒപ്പമാണ് ഞങ്ങൾ എന്ന് അവിടുത്തെ മുസ്ലിങ്ങൾ തീരുമാനിച്ചതിന്റെ വിജയം കൂടിയാണ് BJPയുടെ വിജയം. അവിടെ മുസ്ലിങ്ങൾ BJPക്കാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരവസ്ഥയിലേക്ക് ജാതിക്കും മതത്തിനും വേർതിരിച്ചു നിർത്താവുന്ന കള്ളികൾക്കപ്പുറത്തേക്ക് BJP അവിടെ സർവ്വ ജനസമ്മതമായിട്ട് ആ ഒരു സിദ്ധാന്തം എനിക്ക് വളരെ രസകരമായി തോന്നി. അങ്ങനെയാണെങ്കിൽ ഒരു ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ, എന്തിനാണ് പിന്നെ നിങ്ങൾ സെയ്ദ് ഷാനവാസ് ഹുസൈനെയും മുക്താർ അബ്ബാസ് നഖ്വിയെയും ഒക്കെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്? കേരളത്തിൽ നിന്ന് അബ്ദുള്ള കുട്ടിയെ പോലെ ഒരാളെ ദേശീയ വൈസ് പ്രസിഡന്റ് ആക്കുന്നത് ഇവരൊന്നുമില്ലാതെ തന്നെ മുസ്ലിങ്ങൾ സുരക്ഷിതരായിരിക്കുകയും BJP പിന്തുണയ്ക്കുകയും ചെയ്യുമല്ലോ.
BJP-യിൽ ദീർഘകാലം പ്രവർത്തിച്ചിരുന്നവരാണ് ഈ ഷാനവാസ് ഹുസൈനും മുക്താർ അബ്ബാസ് നഖ്വിയും ഒക്കെ. ചെറുപ്പം മുതലേ BJP-യിലുള്ളവരാ. അങ്ങനെ BJP-യിലുള്ളവർക്ക് അർഹമായിട്ടുള്ള സ്ഥാനം കൊടുക്കും. ഇവിടെ അബ്ദുള്ളക്കുട്ടി വന്നു. ഇനി ഏത് കുട്ടി വന്നാലും അബ്ദുള്ളക്കുട്ടി അല്ല, ഏത് കുട്ടി വന്നാലും മാസങ്ങൾക്കകമാണ് ദേശീയ ഉപാധ്യക്ഷനാകുന്നത്. ഇവിടെ വർഷങ്ങളായി ABVP-യിൽ പ്രവർത്തിച്ചു വന്ന ജയസൂര്യന്റെ ഒന്നും അത്ര എക്സ്പീരിയൻസ് ഏതായാലും അബ്ദുള്ളക്കുട്ടിക്ക് BJP-യിൽ ഇല്ല. അതെന്നെ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നേ. ഞങ്ങള് പുതുതായിട്ട് താങ്കൾ വർഷങ്ങളായി പ്രവർത്തിച്ചു വന്നവരാണെന്ന് പറഞ്ഞു. ആനന്ദ് കൊച്ചുകൂടി, അത്ര ആത്മവിശ്വാസമാണ് BJP-ക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ? പ്രധാനമായും ജയസൂര്യൻ ചൂണ്ടിക്കാട്ടുന്നത് ഈ പറയുന്ന ജാതി സമവാക്യങ്ങൾക്ക് അതീതമായി വോട്ടുകൾ ഏകീകരിക്കാൻ BJP-ക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അതിന് പല തന്ത്രങ്ങളുണ്ടാകാം, അതിനുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ടാകാം. ഒരുപക്ഷെ 2014 പോലെ മുസഫർ നഗർ പോലുള്ള അനുഭവങ്ങൾ, ഉദാഹരണങ്ങൾ ഉണ്ടാകാം. എന്തായാലും വോട്ട് അവർക്ക് കിട്ടാൻ പാകത്തിലുള്ള ഒരു കൃത്യമായ സ്ട്രാറ്റജി അവർക്കുണ്ട്. ഇക്കുറിയും അത് വിജയിക്കുമെന്നാണ് അവർ പറയുന്നത്. എത്ര കർഷകരോഷമുണ്ടെങ്കിലും അതൊന്നും BJP-ക്കെതിരെയല്ല എന്ന്, യോഗി സർക്കാരിനെതിരെയല്ല എന്നെങ്കിലുമുള്ള ആത്മവിശ്വാസം അവർക്കുണ്ട്. ശ്രീ ജയസൂര്യൻ പറയുന്നത് ഒരു കാര്യമാണ്. അത് വേറൊരു തരത്തിൽ ശരിയാണ്. എന്ന് വെച്ചാൽ അവിടെ BJP-ക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. ഇത്രയൊക്കെ ആയിട്ടും അവിടെ BJP-ക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. കാരണം അവിടെ മുഖ്യ പ്രതിപക്ഷമായ സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ് പാർട്ടിയും പിന്നെ അവിടെ ക്ഷയിച്ചു വന്ന കോൺഗ്രസും മൂന്ന് തലങ്ങളിലായിട്ട് നിൽക്കുകയാണ്. BJP-ക്ക് എതിരാളികളായിട്ട് ഈ മൂന്ന് പാർട്ടികളും വിഘടിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു കൃത്യമായ ഒരു ത്രികോണ അല്ലെങ്കിൽ ഒരു ചതുഷ്കോണ മത്സരത്തിൽ നമ്മൾ ഇതുവരെ കണ്ട ഇലക്ഷനുകളിൽ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു 30% വോട്ട് കിട്ടിയാൽ പോലും BJP-ക്ക് ജയിക്കാവുന്ന ഒരവസ്ഥയാണ്. കഴിഞ്ഞ തവണ 42-ഉം ലോക്സഭാ ഇലക്ഷൻ ആയപ്പോഴത്തേക്ക് അത് 50% എത്തിയ അവിടുത്തെ വോട്ടാണത്. ഇപ്പോൾ അവരുടെ 42, കഴിഞ്ഞ തവണ 2017 കിട്ടിയ 42 കുറഞ്ഞ് ഒരു 35-ലെത്തിയാലും അവർക്ക് പ്രശ്നമില്ല. അതിന് 30-ന് താഴേക്ക് പോകാതെ നോക്കിയാൽ മതി. പക്ഷെ അപ്പുറത്തോ ഇൻഡെക്സ് ഓഫ് ഒപ്പോസിഷൻ യൂണിറ്റി ഇല്ല. അവിടെ സമാജ്വാദി പാർട്ടിക്ക് ഒരു 20% കിട്ടിയാൽ, ബഹുജൻ സമാജ് പാർട്ടിക്ക് ഒരു 20% വേറെ കിട്ടിയാൽ, കോൺഗ്രസിന് ഒരു 10% കിട്ടിയാൽ, അപ്പോൾ ആ വോട്ടുകൾ ഒന്നിക്കാത്തത് കൊണ്ട് തന്നെ അവിടെ BJP-ക്ക് അനുകൂല ഘടകം ഉണ്ട്. ഇനി ശ്രീ ജയസൂര്യൻ പറയുന്നതിലൊന്നും വേറെ കാര്യത്തിലൊന്നും ഒരു വസ്തുതയുമില്ല. അവിടെ BJP വോട്ടുകൾ അവർക്ക് മുസ്ലിം വോട്ട് കിട്ടുന്നു എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ വ്യാമോഹമാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ BJP കേരളത്തിൽ തന്നെ പറയുമല്ലോ, അവർക്ക് ട്രിപ്പിൾ തലാക്ക് കഴിഞ്ഞപ്പോൾ എന്തോ കേരളത്തിൽ മലബാറിൽ നിന്ന് വോട്ട് കിട്ടി. പക്ഷെ ഇത്തവണത്തെ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞിട്ട് അത് ആരും പറയുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അവിടെ ഒരു ഷാനവാസ് ഹുസൈനോ അല്ലെങ്കിൽ ഷാനവാസ് ഹുസൈൻ ബീഹാറിയാണ്, മുക്താർ അബ്ബാസ് നഖ്വി ഉത്തർപ്രദേശിൽ നിന്നുണ്ട്. അവിടെ MLA-മാരിന്റെ MLC വഴിയാണ് അവിടെ ഒരു ലെജിസ്ലേറ്ററെ തന്നെ BJP-ക്ക് ഉണ്ടായത്. 403 സീറ്റിൽ 325 പേരെ ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ട് ഒരു മുസ്ലിമിന് ടിക്കറ്റ് കൊടുക്കാത്ത ഒരു സംസ്ഥാനത്ത് ഇദ്ദേഹം പറയുകയാണ് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുമെന്ന്. ഈ അവിടുത്തെ മുസ്ലിം വോട്ടുകളെല്ലാം സമാജ്വാദി പാർട്ടിയിലേക്കും ബഹുജൻ സമാജ് പാർട്ടിയിലേക്കും കുറച്ച് കോൺഗ്രസിലേക്കും ഇങ്ങനെ ഡിവൈഡായി പോകുന്നതാണ് ഈ പ്രശ്നം വരുന്നത്. പിന്നെ ഈ ജാതി സമവാക്യങ്ങളുടെ കാര്യം പറഞ്ഞു. നേരത്തെ ശ്രീ സച്ചിൻ നാരായണൻ പറഞ്ഞത് കൃത്യമാണ്. അവിടെ ഇപ്പോൾ പോസ്റ്റ് മണ്ഡൽ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കോൺഗ്രസിന് പണ്ടുണ്ടായിരുന്ന അവിടെ പണ്ട് ക്ഷത്രിയരും ബ്രാഹ്മണരും ദളിതരും ആദിവാസികളും മുസ്ലിങ്ങളും കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ND തിവാരി ഭരിച്ചിരുന്ന 89 വരെയുള്ള കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. അവിടെ മുൻപ് VP സിംഗും വീർ ബഹാദൂർ സിംഗും ഒക്കെ മുഖ്യമന്ത്രിമാരായിട്ടുണ്ടായിരുന്ന കാലത്തെല്ലാം അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 89 കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മണ്ഡൽ കാലഘട്ടത്തിന് ശേഷം അത് കുറെയൊക്കെ ഈ ജനതാദളിലേക്ക് പോവുകയും ഇപ്പൊ അത് സമാജ്വാദി പാർട്ടിയിലേക്ക് പോവുകയും പിന്നെ അവിടെ ദളിത് പോപ്പുലേഷൻ കൂടുതലും മായാവതിക്ക് വോട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടായി. പിന്നെ ആ ദളിത് വോട്ടിനെ തന്നെ BJP ബ്രേക്ക് ചെയ്യുകയും കഴിഞ്ഞ തവണ നോൺ ജാത വോട്ടുകൾ കുറെ BJP-ക്ക് കിട്ടുന്ന ഘടകമൊക്കെ ഉണ്ടായി. ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, കോൺഗ്രസിന് നേരത്തെ ശ്രീ GV ഹരി പറഞ്ഞതിൽ പല കാര്യങ്ങളും ശരിയല്ല. അവിടെ കോൺഗ്രസിന് സംഘടനയില്ല. അവിടെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പ്രിയങ്ക ഗാന്ധി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് വെറും അതിൽ ഒട്ടും വസ്തുതയില്ല. പ്രിയങ്ക ഗാന്ധി അങ്ങോട്ട് പോകാറേയില്ല. വല്ലപ്പോഴും ഒന്ന് പോകുന്ന, ഇതുപോലെ ആണ്ടിനും സംക്രാന്തിക്ക് പോകുന്നത് പോലെ ഇങ്ങനെ ഇടയ്ക്ക് പോകും. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു പ്രസംഗം കാച്ചി തിരിച്ചു വരുന്ന ഡൽഹിയിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ദില്ലിയിൽ അവരുടെ വസതി BJP തട്ടിയെടുത്തിട്ട് പോലും, BJP അവരുടെ വസതിയിൽ നിന്ന് അവരെ പുറത്താക്കിയിട്ട് പോലും അവരതൊരു അവസരമായി മുതലെടുത്ത UP-യിൽ അവരുടെ അമ്മായി ഷീല കൗളിന്റെ വസതിയിൽ പോയി താമസിക്കുന്നതിന് പകരം അവർ ദില്ലിയിൽ തന്നെ താമസിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ട്, അങ്ങനെ ഇപ്പൊ ഇന്ദിരാഗാന്ധി ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അവരുടെ ഈ അഡ്വേഴ്സിറ്റിയും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തിരുന്ന ഒരു നേതാവാണ് ഇന്ദിരാഗാന്ധി. അതുകൊണ്ട് തന്നെ
കാഴ്ചയിൽ സാദൃശ്യമുണ്ട് എന്ന് വിചാരിച്ച് ഇന്ദിരാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരുപോലെയല്ല. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവരുടെ പൈതൃകം വിറ്റുതൊലച്ച് മുടിച്ച് ഈ കോൺഗ്രസ് പാർട്ടിയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലാണ് അവർ ഇത്രയും നാൾ രാഷ്ട്രീയം കളിച്ചത്. ഇനിയെങ്കിലും അടുത്ത 5-6 മാസത്തിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. കാരണം ഈ അഖിലേഷ് യാദവിനേക്കാളും മായാവതിയേക്കാളും ഇപ്പോഴും പലതരത്തിലും ഈ ബി ജെ പിയെ ചെറുക്കാൻ കോൺഗ്രസിന് തന്നെയാണ് കഴിയുന്നത്. അവർക്ക് അവിടെ സംഘടനയില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഗുജറാത്തിൽ 2017 നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, അവിടെ ഹാർദിക് പട്ടേലിനെയും അൽപേഷ് ഠാക്കൂറിനെയും ജിഗ്നേഷ് മേവാനിയെയും പോലെയുള്ള ആൾക്കാരെ ഈ അവരുടെ രാഷ്ട്രീയ സംഘടനയില്ലാത്തത് അവർ ഔട്ട്സോഴ്സ് ചെയ്ത് ഇതുപോലെയുള്ള ഹാർദിക് പട്ടേൽമാരെ ഉപയോഗിച്ച് അവിടെ ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാൻ പറ്റി. അതുപോലെ ഈ കർഷക സംഘടനകളുടെ ഈ പ്രതിഷേധം മുതലെടുത്ത് കോൺഗ്രസിന് അവിടെ ഒരു വോട്ട് ഏകീകരണം നടത്തി എങ്ങനെയെങ്കിലും തിരിച്ചു വരാൻ പറ്റുമോ, സമാജ്വാദി പാർട്ടിയായിട്ട് ഇനിയെങ്കിലും ഒരു സഖ്യത്തിലേക്ക് പോകാൻ കഴിയുമോ എന്നുള്ളതൊക്കെ വലിയൊരു കാര്യമാണ്. അത് അങ്ങനെയൊക്കെ നടക്കാൻ സത്യനാരായണൻ, ഈ പ്രതിപക്ഷ ഐക്യം യു പിയിൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും മായാവതിയും അഖിലേഷ് യാദവും എല്ലാം ആ അർത്ഥത്തിൽ കോൺഗ്രസുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ വിമുഖത കാണിക്കുന്നവരാണ്. അവർ തന്നെ എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്ന തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ട് പോലും അവരതേക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല. ഇക്കാര്യത്തിൽ കോൺഗ്രസിന് സവിശേഷമായി കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? അല്ല, ഇതില് കോൺഗ്രസിന്റെ രാഷ്ട്രീയ അപജയം എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയ്ക്കൊക്കെ തന്നെ വെല്ലുവിളി ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നെഹ്റുവിന്റെ മതനിരപേക്ഷമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് ഇന്ന് വളരെ കൃത്യമായിട്ട് ലൈക് ഹാർഡ് കോർ ഹിന്ദുത്വയ്ക്ക് പകരം സോഫ്റ്റ് ഹിന്ദുത്വയായിട്ട് കോൺഗ്രസ് മുന്നോട്ട് വരികയാണെങ്കിൽ നമ്മൾക്കറിയാം, ജാതി സമവാക്യങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ജാതി സമവാക്യങ്ങൾക്ക് അപ്പുറം എന്ത് പകരം വച്ചാണ് RSS BJP യു പിയിലും ഇന്ത്യയിൽ ഒട്ടാകെയും ഭരണം പിടിച്ചടക്കിയിരിക്കുന്നതെന്ന്. അത് കൃത്യമായ വർഗീയതയാണ്. 20% വരുന്ന മുസ്ലിം സമുദായത്തിന് അവിടെ BJP 305 സീറ്റോളം നേടി, 403-ൽ 305 സീറ്റോളം കഴിഞ്ഞ ഇലക്ഷൻ നേടിയ അവർ ഒരു കാൻഡിഡേറ്റിനെ പോലും കൊടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ മൈനോറിറ്റി സെല്ലെന്നും രാഷ്ട്രീയ മുസ്ലിം മഞ്ചെന്നും എല്ലാം പറഞ്ഞുള്ള സംഘടനകൾ അവർ തന്നെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നു. അവർ പറയുന്നത് 2 ലക്ഷം മുസ്ലിം അംഗങ്ങൾ രാഷ്ട്രീയ മുസ്ലിം മഞ്ചിലുണ്ടെന്നാണ്. എന്നിട്ട് പോലും അവർക്ക് ഒരു സീറ്റ് പോലും കൊടുക്കാതെയുള്ള വർഗീയ ധ്രുവീകരണം ആണ് BJP ജാതി സമവാക്യങ്ങൾക്ക് അപ്പുറമുള്ള രാഷ്ട്രീയമായി കൊണ്ടുവരുന്നത്. RSS BJP കൊണ്ടുവരുന്ന ഈ രാഷ്ട്രീയം ഒരു തരത്തിലും ഇന്ത്യൻ ജനാധിപത്യത്തിനെ ശക്തിപ്പെടുത്തുന്നതല്ല. അത് നെഹ്റുവിയൻ വാല്യൂ സിസ്റ്റത്തിൽ നിന്നുള്ള ശരിയാണ്. പക്ഷേ അതിന് ബദലായി കോൺഗ്രസിന് ഇച്ചിരി ഹിന്ദുത്വമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോകില്ലേ മറ്റ് മതനിരപേക്ഷവാദികൾ? അതെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ഇല്ല, ജാതി ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് എന്തിനെയാണ്? ഇന്ത്യയിലെ ഒരു ജാതി സെൻസസിനെയാണ്. 2021 ഒരു സെൻസസ് നടക്കുമ്പോൾ അതിന്റെ ജാതി ഉൾപ്പെടുത്തുന്നതിന് ഇന്ത്യൻ ഗവൺമെന്റ് സർക്കാർ അമ്പേ എതിരാണ്. അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. കാരണം ജാതിയെ പറ്റിയിട്ടുള്ള തിരിച്ചറിവ് ബ്രാഹ്മണ്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് പകരം വയ്ക്കാവുന്ന ഒരു ബദലായി വരും എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് ജാതി സമവാക്യങ്ങൾ വോട്ട് ബാങ്ക് അവിടെ കടന്നു കയറാതെ എവിടെയാണോ BJP സ്ട്രോങ് ഹോൾഡ് അവിടെ കടന്നു കയറി ആ വോട്ട് നേടിയാലേ കോൺഗ്രസ് ഏതെങ്കിലും അർത്ഥത്തിൽ BJPക്ക് ബദലാവാൻ കഴിയും. അപ്പോൾ ഒരു ജയ് മാതാദി വിളിക്കുകയോ ഒരു കുറി തൊടുകയോ ചെയ്യുന്നത് പൊറുക്കാവുന്ന തെറ്റായി മാത്രമല്ലേ കാണാൻ കഴിയൂ? അല്ല, ഞാനത് പൊറുക്കാൻ പറ്റാത്ത തെറ്റായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഒരു വിശ്വാസികൾക്ക് സ്വന്തം വിശ്വാസം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അതോടൊപ്പം ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു രാഷ്ട്രീയ പരിസരത്ത് നിന്ന് എന്ത് മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത്. ഇതേ രാഷ്ട്രീയ പരിസരങ്ങൾ തന്നെയാണ് മുത്തച്ഛനായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ മതനിരപേക്ഷമായിട്ടുള്ള ഒരു രാഷ്ട്രീയം മുന്നോട്ട് വന്നത്. അത് നമ്മൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? ഇന്ന് BJPക്ക് പകരം വയ്ക്കാനായിട്ട് ഹിന്ദു വർഗീയത എടുത്ത് അണിയണം, അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇലക്ഷൻ ജയിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ആളുകൾ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണവ്യവസ്ഥയ്ക്കും ഭരണഘടനയ്ക്കും എതിരായിട്ടുള്ള രാഷ്ട്രീയ തീർപ്പുകളിലേക്കാണ് നമ്മൾ എത്തുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. ഇപ്പോൾ സത്യനാരായണൻ പറഞ്ഞ അവസാനിച്ചതിന് മറുപടി.
പറയൂ സച്ചിൻ, പറഞ്ഞ അവസാനിപ്പിക്കൂ സച്ചിൻ. അല്ല, ഒരു കാര്യം കൂടി കഴിഞ്ഞ യു പി ഇലക്ഷനിൽ അപ്നാദൾ പോലെ കുർമി സമുദായത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ട് കൂടി തന്നെയാണ് BJP അവിടെ വിജയം നേടിയിരിക്കുന്നത്. അനുപ്രിയ പട്ടേൽ പോലുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ജാതി ഔട്ട്ഫിറ്റുകളുടെ സഹായം നേടിക്കൊണ്ട് തന്നെയാണ് BJP അവരുടെ വർഗീയ ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് വച്ചിരിക്കുന്നത്. നമ്മൾ ജാതി സമവാക്യങ്ങൾ മുഴുവൻ മാറ്റിമറിച്ചു എന്നുള്ളത് ആക്ച്വലി കറക്റ്റ് അല്ല എന്നുകൂടി ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ജി വി ഹരി എന്താണ് പറയാ, മോദിയെ യോഗിയെ നേരിടാൻ ഒരു മിനി മോദി യോഗി എന്തെങ്കിലും ഭാവിക്കുകയും വേണം. കുറഞ്ഞപക്ഷം നവരാത്രി വ്രതമുണ്ട്, ദേവീക്ഷേത്രം സന്ദർശിക്കണം, ജയ് മാതാദി വിളിക്കണം. ഇതൊക്കെ ചെയ്താലേ BJPക്ക് ബദലാവാൻ കഴിയൂ. ശരിക്കും BJPക്ക് അങ്ങനെ ഒരു ബദലിനെയാണോ ജനം കോൺഗ്രസിൽ ആഗ്രഹിക്കുന്നത്? അജിംസെ, ഞങ്ങൾ ഈ തിരുവനന്തപുരം പിടിച്ചാൽ കേരളം പിടിക്കാം എന്ന് ഞങ്ങൾ പറയും. നിങ്ങൾക്കറിയാം, തിരുവനന്തപുരത്ത് 14 നിയോജക മണ്ഡലങ്ങളിലാണ് മത്സരം നടക്കുക, 14 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. അപ്പോൾ തിരുവനന്തപുരം പിടിച്ചാൽ കേരളം കിട്ടും എന്ന് ഞങ്ങൾ കോൺഗ്രസ്സുകാർ കേരളത്തിൽ പറയും. എന്ന് പറഞ്ഞ പോലെ UP പിടിച്ചാൽ ഇന്ത്യ പിടിക്കാം എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആനന്ദ് കൊച്ചുകൂടി എന്ത് അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം മാധ്യമപ്രവർത്തനാണ്, സമ്മതിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം അങ്ങനൊരു വിലയിരുത്തൽ എന്ത് അടിസ്ഥാനത്തിലെത്തിയെന്ന് എനിക്കറിയില്ല. ഇന്നത്തെ യോഗം അദ്ദേഹം കണ്ടിരുന്നെങ്കിൽ അവിടെ കോൺഗ്രസ് ഒന്നും നടക്കുന്നില്ല, കോൺഗ്രസിന് അവിടെ ഇന്നവിടെ വന്നുകൂടിയ ജനങ്ങളൊക്കെ എത്തരത്തിൽ അവിടെ എത്തി, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ വന്നത് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത് അദ്ദേഹം ഒന്ന് പരിശോധിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഇന്ന് താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ കാണാത്തത്ര ജനത്തിന്റെ മുമ്പിലാണ് ഇന്ന് ശ്രീമതി പ്രിയങ്ക ഗാന്ധി സംസാരിച്ചിട്ടുള്ളത്. ഇവിടെ സച്ചിൻ നാരായണൻ ആശങ്കപ്പെടുന്നത് പോലെ കോൺഗ്രസ് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങളൊന്നും ബലികഴിച്ചിട്ടില്ല. കോൺഗ്രസ് നിരപേക്ഷതയും അതോടൊപ്പം തന്നെ ജനാധിപത്യത്തിലും ശക്തമായി വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. ആ കാര്യത്തിൽ നെഹ്റു എടുത്തിട്ടുള്ള അതിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹം എടുത്തിട്ടുള്ള ആശയങ്ങളിൽ നിന്ന് ഒട്ടും പുറകോട്ട് പോകാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. പിന്നെ നമ്മൾ രാഷ്ട്രീയം നമുക്കറിയാവുന്ന പോലെ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിന്റെ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ഓരോരുത്തരും ഓരോ തരത്തിലാണ് കാണുന്നത്. ഇപ്പൊ ഞാനോ അജിംസോ തെരഞ്ഞെടുപ്പുകളെ കാണുന്നത് വികസനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ മറ്റു ചില ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വേറെ പല ഘടകങ്ങൾ കാണും. ഈ ഘടകങ്ങളെയൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടി അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം ശ്രീ സച്ചിൻ നാരായണൻ ഇല്ല, അല്ലെങ്കിൽ ഉണ്ടാകില്ല എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഓരോ കാര്യത്തിലും ഇപ്പം സച്ചിൻ നാരായണനെ പോലുള്ള അക്കാഡമീഷ്യൻസ് കാണുന്നതല്ല ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കൂലിപ്പണിക്കാരൻ കാണുന്നത്. അപ്പൊ ഇതിനെല്ലാം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി അതിനെ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ പൾസ് എന്ന് പറയും. ഓരോ പൾസുകൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അമ്പലത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഹിന്ദുമത വിശ്വാസിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവരല്ലാതെ അമ്പലങ്ങളിൽ പോകാറുണ്ട്. അവരവിടേക്ക് UP ചെല്ലുന്നില്ല എന്നൊക്കെ എങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ കുറച്ചു കാലമായി എൻ്റെ പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ 1.5 വർഷക്കാലമായി എൻ്റെ പ്രവർത്തനങ്ങൾ അല്പസ്വല്പം ഡൽഹിയുമായി ബന്ധപ്പെട്ടൊക്കെയാണ് എൻ്റെ പ്രവർത്തനങ്ങൾ നിൽക്കുന്നത്. ഇപ്പം പൂർണ്ണമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉത്തരവാദിത്തം പാർട്ടി എനിക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകൾ അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ അത്യാവശ്യം ചില വിവരങ്ങൾ ഈ കാര്യങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവരോട് കൃത്യമായി അവിടുത്തെ എല്ലാ സംഘടനാപരമായ പ്രവർത്തനങ്ങളിലും ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇടപെടുന്നുണ്ട്. അവർ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയോ മറ്റു നേതാക്കന്മാരോ ഒരു കാര്യത്തിൽ പോലും അവിടെ ഇടപെടുന്നില്ലല്ലോ. പൂർണ്ണമായി അവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. പൂർണ്ണമായി അവർക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ അവരുടെ അഭിപ്രായം തന്നെയാണ് പൂർണ്ണമായിട്ടും എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് സെക്രട്ടറിമാരുണ്ട്, AICCയുടെ സെക്രട്ടറിമാരുണ്ട്. അവരൊക്കെ പറയുന്ന ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി അവർ വളരെ സിസ്റ്റമാറ്റിക് ആയ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അജിംസെ, എനിക്ക് പറയാനുള്ളത് അവിടെ അമ്പലത്തിൽ പോവുക എന്നൊക്കെ പറയുന്ന അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉത്തരേന്ത്യയിൽ സംബന്ധിച്ചിടത്തോളം ദസറ പോലുള്ള ആഘോഷ പരിപാടികൾ അവിടെ വളരെ പ്രധാനപ്പെട്ട ആഘോഷ പരിപാടിയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവരതൊക്കെ ചെയ്തിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിന്റെ അർത്ഥം ഞങ്ങൾ മതേതരത്വമൊക്കെ ഉപേക്ഷിച്ചു, ഞങ്ങൾ മോഡിയെ പോലെ ആയി. ഞങ്ങളൊരിക്കലും മോഡിയെ പോലെ ആവത്തില്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട. നരേന്ദ്രമോദിയെ പോലെയും യോഗിയെ പോലെയൊന്നും ആകേണ്ട ഗതികേടൊന്നും കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നേതാക്കന്മാർക്കും ഇല്ല. അതിനുള്ള ഒരു സാഹചര്യവും ഞങ്ങൾ ഉണ്ടാക്കില്ല. കാരണം അവരൊന്നും ഒരു മാതൃകയായി ഞങ്ങൾ ആരും കാണുന്നുമില്ല. അപ്പൊ അതുകൊണ്ട് രാജ്യത്ത് ആളുകളെ കൊന്നൊടുക്കുന്ന ഒരു സമീപനം ഞങ്ങളാരും സ്വീകരിക്കില്ല. ജനാധിപത്യപരമായി തന്നെ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നാൽ മുന്നോട്ട് പോകും. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന വേദിയല്ല ഉത്തർപ്രദേശും അതോടൊപ്പം ഉത്തരേന്ത്യയിലെ പല പ്രദേശങ്ങളും. ഇവിടെ കേരളത്തിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്യാം. ശരി, എന്തായാലും കേരളത്തിൽ ഇരുന്ന് നമുക്ക് ഇതൊക്കെ പ്രതീക്ഷിക്കാൻ ഒരു വകയുള്ളൂ, അല്ലാതെ നമുക്ക് മറ്റൊന്നും പറയാൻ കഴിയില്ല. എന്താണ് UP സംഭവിക്കാൻ പോകുന്നത്? കർഷകരോഷം ആർക്കെതിരായി വരും? അത് പ്രതിപക്ഷ കക്ഷികൾക്ക് അനുകൂലമായി മാറുമോ എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. വളരെ നന്ദി ശ്രീ GV ഹരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ശ്രീ ജയസൂര്യൻ, ശ്രീ സച്ചിൻ നാരായണൻ ഇത്രയും സംസാരിച്ച്